പരിശുദ്ധമായ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ഇത് വളരെ പവിത്രമായ മാസമാണ്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പവിത്രമാണ്. ഈ ദിവസങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അഷ്ർ എന്നാണ്. ദുനിയാവിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം, ഏറ്റവും മഹത്തരമായ ദിവസങ്ങൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, പരിശുദ്ധമായ റമളാനിലെ ദിനരാത്രങ്ങളെക്കാൾ പവിത്രമാണോ, പരിശുദ്ധമാണോ, മഹത്തരമാണോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന്. അതല്ല. പകലുകളെ പരിഗണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, പകലുകളെ പരിഗണിക്കുമ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസങ്ങൾ. രാത്രികളെ പരിഗണിക്കുമ്പോൾ പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 രാത്രികളാണ് ഏറ്റവും ഉത്കൃഷ്ടമായ രാത്രികൾ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യൽ, ആരാധനകൾ അനുഷ്ഠിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. മറ്റു മാസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ വളരെ പുണ്യമാണ് ഈ 10 ദിവസത്തിലെ പകലുകളിലുള്ള ഇബാദത്ത്. ഇത് കേട്ടപ്പോൾ പ്രിയപ്പെട്ട സഹാബത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ പ്രതിഫലമുണ്ടോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകളിലുള്ള ഇബാദത്തിന് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, അതേ സഹാബത്തെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ ഇബാദത്താണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സമയവും സമ്പത്തും തൻ്റെ ശരീരവുമെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു, ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തിലെ 10 ദിവസത്തിൽ ലഭ്യമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുകയും യുദ്ധം കഴിഞ്ഞ് ജിഹാദ് കഴിഞ്ഞ് സുരക്ഷിതനായി മടങ്ങി വരുന്ന ഒരു മനുഷ്യന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ ഇബാദത്തുകൾക്ക് ലഭ്യമാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ദിവസത്തിൽ സുന്നത്തായ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആന്റെ പാരായണം, അതുപോലെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക,